നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ മാസം 19-നാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ എയിംസിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് ഡൽഹിയിലെ വസന്ത് കുഞ്ചിലുള്ള വസതിയിലേക്ക് കൊണ്ടുപോകും. നാളെ ഡൽഹിയിലെ AKG ഭവനിൽ രാവിലെ 9 മണി മുതൽ ഉച്ചവരെ പൊതുദർശനത്തിന് വെക്കും. പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്തിമോപചാര ചടങ്ങുകൾക്ക് ശേഷം യെച്ചൂരിയുടെ മൃതദേഹം ഡൽഹിയിലെ എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ വൈദ്യശാസ്ത്ര പഠനത്തിനായി വിട്ടു നൽകും. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇടതുപക്ഷത്തിന്റെ വെളിച്ചമായിരുന്നു യെച്ചൂരി എന്ന് പ്രധാനമന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്ത അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. മികച്ച പാർലമെന്റേറിയനായി കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയായിരുന്നു യെച്ചൂരിയെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ആഴത്തിൽ ധാരണയുള്ള ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകനായിരുന്ന വ്യക്തിയായിരുന്നു യെച്ചൂരിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഞങ്ങൾ നടത്തിയിരുന്ന നീണ്ട ചർച്ചകൾ ഇനി തനിക്ക് നഷ്ടമാകുമെന്നും ദുഃഖത്തിൻ്റെ ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അനുയായികൾക്കും ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നുവെന്നും രാഹുൽ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും സ്നേഹത്തോടെയും ആദരവോടെയും സമീപിക്കാൻ കഴിഞ്ഞ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യ കണ്ട പ്രമുഖശാലികളിൽ ഉന്നത നിരയിൽ തന്നെയാണ് എക്കാലവും സീതാറാം യെച്ചൂരിയുടെ സ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങേയറ്റം ഹൃദയഭാരത്തോടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യക്തതയുള്ള നിലപാടുകളുമായി പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും പ്രായോഗികതയുള്ള രാഷ്ട്രീയ സമീപനമായിരുന്നു സീതാറാം യെച്ചൂരിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സൈദ്ധാന്തിക കടുംപിടുത്തങ്ങൾക്കും അപ്പുറം രാഷ്ട്രീയത്തിലെ പ്രായോഗികതയ്ക്ക് മുൻതൂക്കം നൽകിയ നേതാവായിരുന്നു അദ്ദേഹമെന്നും VD സതീശൻ അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ച നേതാക്കൾ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന ദേശീയ നേതാക്കളും യെച്ചൂരിയെ അനുസ്മരിച്ചു. EP ജയരാജൻ, TP രാമകൃഷ്ണൻ, രമേശ് ചെന്നിത്തല, K സുരേന്ദ്രൻ, T രാജ തുടങ്ങിയ നിരവധി നേതാക്കളാണ് യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. സീതാറാം യെച്ചൂരി അന്തരിച്ചതിനെ തുടർന്ന് 3 ദിവസം ദുഃഖാചരണം നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാനത്താകെ നടത്താനിരുന്ന പൊതുപരിപാടികളെല്ലാം മാറ്റിവെച്ചതായും MV ഗോവിന്ദൻ അറിയിച്ചു. AKG സെന്ററിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകി. അനധികൃത സമ്പാദ്യം, ആഡംബര വീട് നിർമ്മാണം ഉൾപ്പെടെ PV അൻവർ MLA ഉന്നയിച്ച പരാതികൾ 5 കാര്യങ്ങളിലാകും വിജിലൻസ് അന്വേഷണം. വൈകാതെ ഉത്തരവിറങ്ങും. ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിയായ DGP ദർവേസ് സാഹിബ് ADGP അജിത് കുമാറിൻ്റെ മൊഴിയെടുത്തിരുന്നു. താനൂർ കസ്റ്റഡി മരണക്കേസിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിനെ CBI വീണ്ടും ചോദ്യം ചെയ്തതായി സൂചന. PV അൻവർ MLAയുമായുള്ള ഫോൺ സംഭാഷണത്തിലെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യൽ. തിരുവനന്തപുരത്തെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1-നാണ് മലപ്പുറം താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമിർ ജിഫ്രി എന്ന യുവാവ് മരിച്ചത്. തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നിലമ്പൂർ MLA PV അൻവർ DGPക്ക് കത്ത് നൽകി. തന്നെ കൊല്ലാനും കുടുംബത്തെ അപായപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന കാരണത്താൽ കുടുംബത്തിനും വീടിനും സ്വത്തിനും സംരക്ഷണത്തിനായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നാണ് അൻവർ MLAയുടെ ആവശ്യം. കൽപ്പറ്റയിൽ വാഹനാപകടത്തിൽ അന്തരിച്ച ജെയ്സന്റെ മൃതദേഹം സംസ്കരിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ കുടുംബം നഷ്ടമായ ശ്രുതിയെ തനിച്ചാക്കി ജെയ്സനും വിടവാങ്ങി. ഹൃദയവേദനയോടെയാണ് നാടൊന്നാകെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. ബംഗാളി നടിയുടെ പരാതിയിലും കോഴിക്കോട്ടെ യുവാവിൻ്റെ പരാതിയിലും രഞ്ജിത്തിനെതിരെ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലൈംഗിക പീഡന കേസിൽ നടൻ ജയസൂര്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. ഹർജി 23-ന് വീണ്ടും പരിഗണിക്കും. പരാതിക്കാരി പീഡനം നടന്നതായി ആരോപിക്കുന്ന തീയതികളിൽ ഉൾപ്പെടെയുള്ളവയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ജയസൂര്യ നൽകിയ ഹർജിയിൽ പറയുന്നു.
അപകടത്തിൽ പരിക്കേറ്റ് 6 മാസമായി കോമയിലായ 9 വയസ്സുകാരിയുടെ ദുരവസ്ഥയിൽ സർക്കാരിനോട് നിലപാട് തേടി ഹൈക്കോടതി. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉടൻ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കുട്ടിക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കാൻ നടപടികൾ വേഗത്തിലാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. വനാതിർത്തിയിലുള്ള ചുറ്റുമതിലില്ലാത്ത തിരുവനന്തപുരം പൊന്മുടി സർക്കാർ യു പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും സുരക്ഷാ ഭീഷണി നേരിടുന്നതായി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. വകുപ്പുകളുടെ ഏകോപനം ജില്ലാ കളക്ടർ നേരിട്ട് നടത്തണമെന്നും കാലതാമസം കൂടാതെ ചുറ്റുമതിൽ നിർമ്മിച്ച് കുട്ടികളുടെയും അധ്യാപകരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. മ്യാൻമാറിനും ബംഗ്ലാദേശിനും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി നേരിയതും ഇടത്തരമായതുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ആലപ്പുഴ കലവൂരിൽ വയോധികയായ സുഭദ്രയെ കൊലപ്പെടുത്തിയ പ്രതികൾ പിടിയിൽ. കർണാടകയിലെ മണിപ്പാലിൽ നിന്നാണ് മാത്യൂസ്, ഷാർമിള എന്നിവർ പിടിയിലായത്. കൊലപാതകത്തിനു ശേഷം ഇരുവരും ഒളിവിലായിരുന്നു. കൊലയ്ക്കു ശേഷം മൃതദേഹം കുഴിച്ചിട്ട് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുടെ വസ്തുവകകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ഇത്തരം നടപടികൾ ഉണ്ടായാൽ അത് നിയമവ്യവസ്ഥയ്ക്ക് മുകളിലൂടെയുള്ള ബുൾഡോസർ ഓടിക്കലായി കണക്കാക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. പരമോന്നതമായ നിയമ സംവിധാനമുള്ള രാജ്യത്ത് ഇത്തരം പൊളിക്കൽ പ്രവർത്തികൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മണിപ്പൂരിലെ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഗവർണർ ലക്ഷ്മൺ ആചാര്യ സംസ്ഥാനം വിട്ടതായി റിപ്പോർട്ട്. ഗവർണറുടെ കൂടി സാന്നിധ്യത്തിൽ സമാധാന ചർച്ചകൾ സംസ്ഥാനത്ത് നടക്കാനിരിക്കെയാണ് നീക്കം. എന്നാൽ ഗവർണർ സംസ്ഥാനം വിട്ടതായുള്ള റിപ്പോർട്ടുകൾ രാജ്ഭവൻ നിഷേധിച്ചു. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുള്ള ഡോക്ടർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിലുള്ള തുടർന്ന് രാജിവെക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. ജനങ്ങളുടെ താൽപര്യം കണക്കിലെടുത്ത് രാജിക്ക് തയ്യാറാണെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. രാജ്യതലസ്ഥാനത്തെ വിമാനത്താവളത്തിൽ നിന്ന് CBI അറസ്റ്റ് ചെയ്ത വിദേശ പൗരൻ ആശുപത്രിയിൽ മരിച്ചു. 77-കാരനായ ജർമ്മൻ പൗരനാണ് വെസ്റ്റ് ഡൽഹിയിലെ ദീൻ ദയാൽ ഉപാധ്യായ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇന്ത്യൻ വംശജനായ ഇയാൾ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടാണ് പിടിയിലായത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.